ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നൗഫൽ റഷീദ് എന്നാണ് എൻ്റെ പേര്. നൗഫൽ എക്സ് മുസ്ലിം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു നൗഫൽ എക്സ് മുസ്ലിം. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ പേരിൻ്റെ കൂടെ എക്സ് മുസ്ലിം എന്ന് ചേർത്തത് എന്ന് നിങ്ങൾക്ക് പകുതി ആൾക്കും ഇത് കേൾക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാൻ പറ്റും അല്ലേ. എക്സ് മുസ്ലിം, നൗഫൽ എന്ന് പറയുന്നത് എൻ്റെ പേരാണ്. നൗഫൽ റഷീദ് എന്നാണ് പേര്. എക്സ് മുസ്ലിം എന്നുള്ള വാക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിനെപ്പറ്റി ഉള്ള കുറച്ച് കാര്യങ്ങളും, വൈ ഐ ലെഫ്റ്റ് ഇസ്ലാം, ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എക്സ് മുസ്ലിം ആയി എന്നുള്ള ചില കാര്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിലേക്ക് കൂടി ഞാൻ ശ്രമിക്കുന്നത്. പരമാവധി ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഓഡിയോ മുഴുവൻ കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതം പറയുകയാണെങ്കിൽ മലബാറിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു മുസ്ലിം നാമധാരികൾ മാത്രമുള്ള, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മെജോറിറ്റിയുള്ള ഒരു മലബാറിലെ ഒരു ഗ്രാമമാണ്. അവിടെ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1990-കളിൽ ഒരു മുസ്ലിം ഒരു ഫാദറിനും വൈഫിനും, അല്ലെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും കൂടി മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടാവും. 5ഉം 10ഒക്കെ ഉണ്ടാവും. 8ഉം 9ഉം 10ഒക്കെ പ്രസവിച്ച ആൾക്കാരുണ്ട്. അതിനു മുമ്പ് അതിലും കൂടുതൽ പ്രസവിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഷാജഹാൻ അറിയാലോ, മുമ്പത്തെ രാജാവ്, താജ്മഹൽ പണിത ഷാജഹാൻ്റെ പത്നി മുംതാസ് അവരുടെ 14ാമത്തെ പ്രസവത്തിനിടയിലാണ് മരിച്ചു എന്ന് കേൾക്കുന്നത്. ഏകദേശം 300-400 വർഷങ്ങൾക്ക് മുമ്പ്. അത് പിന്നെ കുറഞ്ഞാണ് ഇന്ന് മുസ്ലിം സമുദായം ഒരു 2, 3, 4 എന്നുള്ള പ്രസവത്തിലെത്തിയത്. എന്നാലും അത് നമുക്കറിയാം, 4, 5ഒക്കെ പ്രസവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മളും അങ്ങനെയാണ്. ഏകദേശം 7 മക്കളോളം ഉണ്ട്. അപ്പം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ സ്കൂളിൽ പോകുന്നു. സ്കൂളിനേക്കാൾ കൂടുതലായിട്ട് നമ്മളെ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മദ്രസ എന്നായിരിക്കും അല്ലേ. നമ്മുടെ മതപഠനം തുടങ്ങുന്ന ഏതൊരു മുസ്ലിമിൻ്റെയും ജീവിതത്തിൽ ആരംഭിക്കുന്ന പോലെ തന്നെ തുടങ്ങുകയെന്ന് വെച്ചാൽ എവിടെയാണ്? മദ്രസയിലാണ്. മതപഠനം, അതിനാണ് മദ്രസ എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെയും മതവിദ്യാഭ്യാസം തുടങ്ങുകയാണ്. ഒരു മദ്രസയിൽ ഞാൻ ചേർന്നു. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മദ്രസയിലാണ്. ഈ മദ്രസയിൽ കുറച്ച് ചെറിയ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ അറബി വാക്കുകൾ പഠിപ്പിക്കും. പിന്നെ ഓരോ ക്ലാസ്സുകൾ കൂടുന്ന സമയത്ത് സബ്ജക്റ്റ് കൂടും. ഇസ്ലാമിൻ്റെ കർമ്മം, അതായത് നിസ്കാരം, നോമ്പ് തുടങ്ങിയവയൊക്കെ പഠിപ്പിക്കും. അങ്ങനെ പിന്നെ ചരിത്രത്തിലേക്ക് പോകും. അങ്ങനെ ഒരു 4-5ാമത്തെ ക്ലാസ്സിലാകുമ്പം ചില ഉസ്താദന്മാർ ഞങ്ങളുടെ മദ്രസയിലേക്ക് വരാറുണ്ടായിരുന്നു. അതായത് അന്ന് 90-കളിലാണ്. 90 ബാബരി മസ്ജിദുകൾ പൊളിച്ച സമയമൊക്കെയാണ്. ബാബരി മസ്ജിദ് പൊളിച്ച ശേഷമുള്ള സമയങ്ങളാണ്. ഏകദേശം ഒരു 94-95 ആ സമയങ്ങളിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 1991 ഈ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിലെ മാത്രമല്ല പല മുസ്ലിങ്ങൾക്ക് പൊതുവെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് മനസ്സിനുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഒന്നാമത് അവരുടെ പ്ലാനുകളൊന്നും നടക്കുന്നില്ല. മാത്രമല്ല ഒരുപാട് മുസ്ലിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു അപകർഷതാബോധം എന്ന രീതിയിലൊക്കെ മുസ്ലിങ്ങൾക്ക് വരാനിടയായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഉസ്താദന്മാരുടെ പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ചില ഉസ്താദന്മാരുടെ ഡയലോഗുകൾ അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളൊക്കെ അത്ര നല്ലതായിട്ടല്ല എനിക്കൊക്കെ തോന്നിയത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ പുറമേ വളരെ ഡീസൻ്റായി നടക്കുന്ന പല ഉസ്താദന്മാരും ഉള്ളിൽ ഒരുതരം വർഗീയത വെച്ച് നടക്കുന്നു. ചില ആൾക്കാർ കാഫിറുകളായിട്ടാണ്, കാഫിറായിട്ട് തന്നെ കാണണമെന്ന് പറയുന്നു. അതുപോലെ ഇന്ത്യൻ സൈന്യത്തിലൊന്നും ആരും ജോയിൻ ചെയ്യാൻ പാടില്ല, പട്ടാളത്തിലൊന്നും ആരും പണിയെടുക്കാൻ പാടില്ല,
പലിശ വാങ്ങരുത്, ലോട്ടറി എടുക്കരുത്, സിനിമ കാണരുത്, സീരിയൽ കാണരുത്, ഫുട്ബോൾ കാണരുത്, വീഡിയോ ഗെയിം കാണരുത്, പിന്നെ അങ്ങനെ ലിസ്റ്റ് ഒരുപാടുണ്ട് പോകുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് തോന്നുന്നു. ഞാനന്ന് 5ൽ 6 പഠിക്കുകയാണ് മദ്രസയിൽ. ഞാനൊരു 6-7 ക്ലാസ്സിലായിട്ടും ഏകദേശം മദ്രസ നിർത്തിയാണ്. അത് ശരിക്കും 6 ക്ലാസ് തന്നെ നിർത്തിയാണ്, 6 വരെ പോകാൻ തന്നെ പറ്റിയിട്ടില്ല. ഇത് ആ സമയത്ത് നടന്നതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഉസ്താക്കന്മാരുടെ ചില വർത്താനം ഭയങ്കര ഡേഞ്ചറായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിലൊന്നും നമ്മൾ ജോയിൻ ചെയ്യാൻ പാടില്ല. ഇത് കേരളത്തിൽ തന്നെ എനിക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ അനുഭവമുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് നോർത്ത് ഈസ്റ്റിലൊക്കെ ഈ നമ്മളെ ഈ ഉത്തർപ്രദേശിലും ബംഗാളിലും രാജസ്ഥാനിലൊക്കെ എന്തുകൊണ്ടാണ് വർഗീയ കലാപം ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ അവിടെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന മുസ്ലിംസിൻ്റെ ഇരട്ടിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇരട്ടി പഠിപ്പിക്കുന്നതാണ്. എന്നിട്ടാണ് അവർ അതുങ്ങളൊക്കെ തെരുവിലിറങ്ങുന്നത്. അതിനുശേഷം എന്തെങ്കിലും തല്ല് കിട്ടുമ്പോൾ കടന്നു മോങ്ങും, പട്ടി മോങ്ങുന്ന പോലെ. അന്ന് വേറൊരു മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യമായിരുന്നു, ഇസ്രായേലിനെ വെറുക്കണമെന്ന്. ജൂതന്മാർ മുസ്ലിങ്ങളുടെ ആജന്മ ശത്രുക്കളാണ്, ഇസ്രായേലുകളെ എപ്പോഴും വെറുത്തുകൊണ്ടിരിക്കാൻ. ഇതാണ് നമ്മളെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച മറ്റൊരു കാര്യം. എല്ലാ മദ്രസകളിലും, കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ എല്ലാ മദ്രസകളിലും ഞാൻ ഉറപ്പിച്ചിട്ട് പറയുന്നു, ഇസ്രായേലിനെ വെറുക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. വെറുക്കാൻ വേണ്ടി പറയാത്ത ഒരു മദ്രസ ഉണ്ടാവില്ല. എല്ലാ മദ്രസകളിലും അത് പറഞ്ഞിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇവർക്ക് ഇസ്രായേലിനോട് അല്ലെങ്കിൽ ജൂതനോടുള്ള ദേഷ്യം, പക എന്ന് പറയുന്നത് തീർത്താത്ത പകയുണ്ട് ഇവർക്ക്. അതിൻ്റെ കാരണം വേറൊരു കാരണമുണ്ട്. അത് ഇസ്രായേൽ ഫലസ്തീൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, അതിന് മുമ്പേ ഉള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അത് വഴിയെ നമുക്ക് ഈ ചാനലിൽ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ഒരു പരിചയപ്പെടാനുള്ള ചാനലാണിത്. ഞാൻ എന്തുകൊണ്ട് എക്സ് മുസ്ലിമായി എന്നുള്ള കാര്യം ആണ് ഈ ചാനലിലെ കൂടി മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പതിയെ നമുക്ക് ഓരോ എപ്പിസോഡുകളായിട്ട് ഇസ്ലാം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കണം, ഇസ്ലാം ഏത് രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഈ ലോകത്ത് സ്ഫോടനങ്ങളും ആക്രമണങ്ങളും യുദ്ധങ്ങളും എന്തിനാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സാധാരണ കോമൺ സെൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലും നമുക്കിതിൻ്റെ അറ്റം കിട്ടൂ. നമ്മൾ ഈ അറ്റം കിട്ടുക എന്ന് പറയില്ല, അറ്റം കിട്ടുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, എൻ്റെ മദ്രസാ കാലത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട്, ഒരു കംഫേർട്ടല്ലാത്ത രീതിയിലായിരുന്നു ഞാൻ മദ്രസയിൽ പോയിരുന്നത്. ആ ഒരു ഉസ്താദിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ സുബഹിക്ക് 5 മണിക്കെല്ലാം പോകും. 5 മണിക്കെല്ലാം വെച്ചാൽ തെരുവ് നായകളുടെ സ്ഥലമാണ്. ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നില്ലേ, തെരുവ് നായിൻ്റെ കടികൊള്ളുന്നത് നമ്മളെ സമയത്തുണ്ടായിരുന്നു. രാവിലെ 5:30-5 മണിക്ക് എഴുന്നേറ്റ് പോകണം ഇവരെ സുബഹി നിസ്കരിക്കാൻ എത്താത്തവർക്ക് മദ്രസയിൽ നിന്ന് അടി കിട്ടും. അടി സുബഹിക്ക് തൊപ്പിയിടാണ്ട് വന്നിനെങ്കിൽ അതിന് വേറെ അടി. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഖുർആൻ യാസീനോ അങ്ങനെ എന്തെങ്കിലും ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ വേറെ തല്ല്. അത് കഴിഞ്ഞ് എല്ലാ നിസ്കാരത്തിനും ളുഹർ അസർ നിസ്കാരത്തിനൊക്കെ ജമാഅത്തായിട്ട് തന്നെ എത്തണം. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ എത്തണം, അല്ലെങ്കിൽ അടി വേറെ. മഗ്‌രിബിന് മുമ്പ് തസ്ബീഹ്, അതായത് നമ്മൾ ഈ സലാത്ത് പോലത്തെ പരിപാടി, അതിന് മുമ്പ് എത്തണം, അല്ലെങ്കിൽ തല്ല്. ജമാഅത്തിന് കിട്ടിയില്ലെങ്കിൽ തല്ല്. ഇങ്ങനെ ഓരോ നിസ്കാരത്തിനും നമുക്കിങ്ങനെ തല്ല് കിട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് കാര്യം. ശരിക്കും തല്ല് കിട്ടാനായി ജനിക്കുന്ന ഒരു ജീവിതം പോലെയായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായത്, ഇസ്ലാമിൻ്റെ ബാലകാലം. ശരിക്കും അതുകൊണ്ടാണ് എനിക്ക് ഇസ്ലാമിനോട് ഭയങ്കര വെറുപ്പായത്. എനിക്ക് തിരിച്ചു കിട്ടാത്ത എൻ്റെ ബാല്യം നഷ്ടപ്പെടുത്തിയത് ഇസ്ലാമാണ്. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ബാല്യം നഷ്ടപ്പെടുത്തിയത് അതിൻ്റെ കാരണക്കാരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതമാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഭീകര മതമാണ്. അങ്ങനെ ഞാൻ ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞു, ഞാൻ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞു. അന്നൊക്കെ മുസ്ലിമായിട്ട് തന്നെയാണ് നിന്നത്. എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങളിൽ നിന്നും, അതുമാത്രമല്ല നമുക്ക് പ്രായം വരുന്നതനുസരിച്ച് കുറച്ച് മെച്യൂരിറ്റി വരും, കുറച്ച് ബുദ്ധി കൂടും, കുറച്ച് യുക്തിബോധവും കൂടും. അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഘട്ടം ഘട്ടമായി ഇത് ഒഴിവാക്കി, പല അനുഷ്ഠാനങ്ങളൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഏകദേശം ഒരു 10-24-25 വയസ്സാകുമ്പോൾ എനിക്ക് ഏകദേശം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ വെള്ളിയാഴ്ച നമസ്കാരത്തിന് മാത്രം പോകുന്ന രീതിയിലായി. ബാക്കി എല്ലാ നമസ്കാരങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. വെള്ളിയാഴ്ച വേണമെങ്കിൽ പോവാം, ജുമാക്ക് പോവാം. ഏകദേശം 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ജുമാ എന്നുള്ള പരിപാടി ഒഴിവാക്കി. ഞാൻ പൂർണ്ണ എക്സ് മുസ്ലിമായി.
ഏകദേശം 2000 ആ സമയത്തോടുകൂടി ഇൻ്റർനെറ്റുകളൊക്കെ കുറച്ചുകൂടി സജീവമായി, സ്മാർട്ട് ഫോണുകളൊക്കെ നമ്മുടെ ഇടയിൽ വന്നു എന്ന് നമ്മൾ പറയാം. കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്ന് അത് കൂടി വന്നു. ഇന്ന് ഒരുപാട് വർഷമായി ഞാൻ എക്സ് മുസ്ലിം ആയിട്ട്. ഇന്ന് കുറച്ചും കൂടി അഡ്വാൻസ് ആയ ക്ലബ് ഹൗസ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലത്തെ അത്യാധുനിക സോഷ്യൽ മീഡിയാസുകളൊക്കെ വന്നു. നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കാര്യത്തിൽ നിന്നെത്തി. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇന്ന് ഭയക്കുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാം എപ്പോഴും തട്ടത്തിന് മറയത്താണ്, അല്ലെങ്കിൽ കർട്ടൻ്റെ പിറകിലാണ്. ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് വേണം നമ്മൾ പറയാൻ. കർട്ടൻ്റെ പിറകിലിരുന്ന് ചരട് വലിക്കുന്നൊരു മതമാണ് ഇസ്ലാം. ഇസ്ലാം ഒരിക്കലും പുറത്ത് കയറില്ല. ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണ് ഇസ്ലാം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഗുഹേൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കാളേനെ, ഈ ജല്ലിക്കെട്ടിനൊക്കെ കാളേനെ നമ്മൾ വലിച്ച് ആ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന്, അറയുടെ ഉള്ളിൽ നിന്ന് വലിച്ച് പുറത്തു കൊണ്ടുവരും, കെട്ടി വലിച്ചിട്ട്. പുകച്ച് പുറത്ത് ചാടിക്കാൻ പറ്റില്ല. അതേപോലെ ഇസ്ലാമിനെ പുകച്ച് പുറത്ത് ചാടിക്കുകയാണ് വേണ്ടത്. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്നത്. അത് നടക്കേണ്ടത് തന്നെയാണ്. അത് നടന്നാലോ ഇന്നത്തെ ഇസ്ലാമിൻ്റെ തീവ്രവാദമൊക്കെ എല്ലാവരും ഇന്ന് അറിഞ്ഞു വരുന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏകദേശം ഒരു 10-12 മിനിറ്റ് ഞാനിപ്പോൾ സംസാരിച്ചു. 2-3 മിനിറ്റ് കൂടി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഇത് നിർത്താമെന്ന് വിചാരിക്കുകയാണ്. കാരണം കൂടുതലായാൽ നിങ്ങൾക്കും ബോറടിക്കും. ഇത് കഴിഞ്ഞ് ഓരോ എപ്പിസോഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ എപ്പിസോഡുകളായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ ഒരു അജണ്ട എന്ന് പറയുന്നത്, ഞാൻ ഇസ്ലാം വിട്ടേഷാണ് ഒരുപാട് അജണ്ടകൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇസ്ലാം വേറെ 2-3 ഡിവിഷനുണ്ട്. അതായത് സുന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കേരളത്തിലൊക്കെ സാധാരണ സുന്നി, പാരമ്പര്യ സുന്നിയുണ്ട്. ഈ സുന്നി തന്നെ EK സുന്നി എന്നുകൊണ്ട് ഗാന്ധപുരം ടീമിൻ്റെ ഉണ്ട്. മുജാഹിദ് ഉണ്ട് 2 വിഭാഗമുണ്ട് മെയിനായിട്ട്. ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, അഹമ്മദിയ വിഭാഗം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഘട്ടമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഇസ്ലാമിനെ പറ്റി അറിയാത്തവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയിച്ചു കൊടുക്കുക ശരി തന്നെയാണ്. പക്ഷെ അറിയിച്ചു കൊടുത്ത ശേഷം നിങ്ങൾ യുക്തിബോധം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇസ്ലാമിലേക്കായിട്ട് ആരെങ്കിലും പോകാൻ താല്പര്യപ്പെടുന്നുള്ള ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പല സലഫി ദവാ പ്രവർത്തകരുടെ വലയിൽപ്പെട്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക്, മുജാഹിദിലേക്കെല്ലാം പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ അതിന് പോകുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസുകളൊക്കെ കാണുക. ഈ ഓഡിയോകളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കാണുക. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു എക്സ് മുസ്ലിമാണ്. നിങ്ങൾ ഇസ്ലാമിലേക്ക് പോകുന്ന, അതിൽ നിന്നും പുറത്തു വന്ന വ്യക്തിയാണ് ഞാൻ. ദയവ് ചെയ്ത് അതിലേക്ക് പോകാതിരിക്കുക, ഇസ്ലാമിലേക്ക് പോകാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇസ്ലാമിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തീവ്രവാദിയായി മാറുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് മതം മാറാനുള്ള അവകാശമുണ്ട്. പക്ഷെ നിങ്ങളൊരു ഡ്രഗ്സ് അടിച്ചിട്ടാണ് ഇവർ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ആ ഡ്രഗ്സ് എന്ന് പറയുന്നത് ചില പുസ്തകങ്ങളൊക്കെയാണ്. ആ പുസ്തകങ്ങളും ചില അഡ്വൈസുകളും അവരുടെ ഉപദേശങ്ങളും ചില ഫുള്ള് നുണയും കള്ളത്തരങ്ങളും മാത്രമാണ്. ഇസ്ലാം നിൽക്കുന്നത് തന്നെ കള്ളത്തരത്തിലാണ്. എല്ലാ മതങ്ങളും കള്ളത്തരവും നുണയും തന്നെയാണ്. ചില മതങ്ങൾ അതിൽ നിന്ന് മാറി വരുന്നുണ്ട്. കുറച്ചും ലിബറലായിട്ട് വന്ന മതങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇസ്ലാം പോകുന്നത് പ്യൂർ ലൈസ്, കള്ളത്തരത്തിലേക്കൂടി മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതൊക്കെ വഴിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ്. ഞാൻ ഒരുപാട് അനുഭവിച്ചു. പ്രത്യേകിച്ച് പിന്നെ മദ്രസകളിലെ പീഡനങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മദ്രസകളിലെയും ദർസിലെയും പീഡനങ്ങൾ. ദർസ് എന്ന് പറയുന്ന ഉസ്താക്കന്മാർ പഠിക്കുന്ന ശാലകളെയാണ് ഈ ദർസ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ഉസ്താക്കന്മാരായി വരുന്നത്. അവിടെ അറബിക് കോളേജൊക്കെ ഉണ്ട്. അറബിക് കോളേജ് അല്ലെങ്കിൽ ദർസ്, അറബിക് കോളേജ് എന്നൊക്കെ പറയും. ഈ അറബിക് കോളേജ്, ദർസ് എന്നൊക്കെ പറയുന്നത് ഈ സ്വവർഗരതിയുടെ ഇടമാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ലൈംഗികമായി അവരെ പീഡിപ്പിക്കുക, അവരെ ഉപയോഗിക്കുക എന്നൊക്കെയാണ് അവിടെയുള്ള ഉസ്താക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. മലപ്പുറം എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിൻ്റെ ഈ ദർസുകളിലൊക്കെ ഈ സ്വവർഗരതി, അല്ലെങ്കിൽ ഈ ആൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ മദ്രസകളിലുമുണ്ട്, എല്ലാ മദ്രസകളിലുണ്ട്. എൻ്റെ മദ്രസയിലുണ്ടായി. എൻ്റെ മദ്രസയിൽ നിന്ന് ഒരുപാട് കുട്ടികളെ അങ്ങനെ ആ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉസ്താക്കന്മാരുടെ ലീലാവിലാസങ്ങളാണ്. ഉസ്താക്കന്മാരുടെ ഈ ലീലാവിലാസങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിലേ കൂടി പൊളിച്ച് കാണിച്ച് തരാം. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ സംസാരിച്ചു.
എൻ്റെ ഈ ഓഡിയോ മുഴുവൻ കേട്ട് നിങ്ങളോട് എനിക്ക് നന്ദി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓരോ എപ്പിസോഡുകളായിട്ട് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിത് ഷെയർ ചെയ്യുക, വേറെ മീഡിയാസിലേക്ക് ഷെയർ ചെയ്യുക, എന്നാലേ കൂടുതൽ പേരെ അറിയാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു.